നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ പല രീതിയിലുള്ള തെറ്റുകളായിരിക്കാം, അറിവില്ലായ്മകളായിരിക്കാം, പാപങ്ങളായിരിക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത വചന ചിന്ത പരമ്പരയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ വചനം പങ്കിടുവാൻ കർത്താവ് എനിക്കും തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തയ്ക്കാധാരമായി ലഭിച്ചിരിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ യേശു പരീശന്മാരും ശാസ്ത്രിമാരുമായിട്ടുള്ള പ്രിയപ്പെട്ടവരോട് സംവാദിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. കർത്താവ് യേശുവിനെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അപ്പോൾ തന്നെ പിതാവും പുത്രനുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഈ അധ്യായത്തിൽ വായിക്കുവാൻ കഴിയും. എന്നാൽ അതിൻ്റെ പ്രാരംഭത്തിൽ നമുക്കൊരു സംഭവകഥ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശുവിനെ പരീക്ഷിക്കുവാനായി വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി ഈ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവർ വരുന്നത് വെറുതെയല്ല. മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ള ഒരു ന്യായവിധി അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധി അവർക്ക് നൽകണമെന്നുള്ള ആവശ്യത്തോടു കൂടെയാണ് അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇപ്രകാരമുള്ള ഒരു തെറ്റ് ചെയ്തവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ യേശു അതിന് മറുപടിയായി പറയുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ കടന്നു വന്ന സകലരും, ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവർ കരങ്ങളിൽ കരുതിയിരുന്ന കല്ല് നിലത്തിട്ടിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയതായി നമുക്ക് വായിക്കുവാൻ കഴിയും. ഈ സ്ത്രീയെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഒരുപക്ഷെ യേശുവിന്റെ അടുക്കലേക്ക് അവളെ കൊണ്ടുവരുമ്പോൾ അവളുടെ ഹൃദയത്തിലെ പേടി ഇപ്രകാരമായിരിക്കാം: യേശു തന്നെ ശിക്ഷാവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കും, ഈ പരീശന്മാരാലും ശാസ്ത്രിമാരാലും താൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും എന്നുള്ള ഒരു ചിന്തയോടു കൂടെ ആയിരിക്കാം അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. അല്ലെങ്കിൽ പരീശന്മാരും ശാസ്ത്രിമാരും അവളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവളുടെ ചിന്ത അതായിരിക്കാം. എന്നാൽ അവളുടെ ചിന്തകൾക്ക് വിപരീതമായി യേശു പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ശരിക്കും ഒരു ശിക്ഷാവിധിയാണ് അവിടെ നടപ്പിലാക്കേണ്ടത്. എന്നാൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് ഈ സഹോദരിയെ യേശു രക്ഷിച്ച് ഇനിമേലാൽ പാപം ചെയ്യരുതെന്നുള്ള നല്ലൊരു ഉപദേശത്തോടുകൂടെ മടക്കി അയക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ പല രീതിയിലുള്ള തെറ്റുകളായിരിക്കാം, അറിവില്ലായ്മകളായിരിക്കാം, പാപങ്ങളായിരിക്കാം, അതൊക്കെ വന്നു പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ദൈവം എന്നെ ന്യായം വിധിക്കും, എന്നെ ശിക്ഷാവിധിക്ക് യോഗ്യയാക്കി തീർക്കുമെന്നുള്ള ഒരു ചിന്താവിധിയോടെ, ഒരു മുൻവിധിയോടെ ആയിരിക്കാം പലപ്പോഴും നാം ദൈവസ്ഥലായിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവം മനസ്സലിവിന്റെ മഹാദൈവമാണ്. കരയുന്ന, നിലവിളിക്കുന്ന, പാപക്ഷമയ്ക്ക് വേണ്ടി കേഴുന്ന, ഏറ്റുപറഞ്ഞ് തന്റെ പാപത്തെ ഉപേക്ഷിക്കുന്ന എല്ലാവരോടും അവൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. നമ്മുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളതെന്നുള്ള കാര്യം ഇന്ന് പ്രഭാതത്തിൽ നാം മറന്നു പോകരുത്. ഒരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന സഹോദരി എനിക്ക് ഇപ്രകാരം കഴിയും: പാപക്ഷമ പ്രാപിച്ചവളായി യേശുവിന്റെ അടുക്കൽ നിന്ന് ജീവനുള്ളവളായി അവൾ മടങ്ങിപ്പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ പലതിനൊക്കെ പ്രതീക്ഷിച്ചായിരിക്കാം പല ന്യായവിധികൾ, ശിക്ഷാവിധികൾ. ദൈവനെ ശിക്ഷിക്കുമോ, ദണ്ഡിപ്പിക്കുമോ, ന്യായം വിധിക്കുമോ എന്നുള്ള പല ചിന്താഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയുന്ന ദൈവമാണ്. ഹൃദയത്തിൽ ഒരു പശ്ചാത്താപമുണ്ടെങ്കിൽ, അയ്യോ ഞാൻ തെറ്റിപ്പോയി കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ആ ഒരു നല്ലൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, അവൻ നമ്മോട് ക്ഷമിക്കുകയും പാപക്ഷമ നൽകി നിത്യജീവൻ നൽകി
അവൻ നമ്മെ മടക്കി അയക്കുന്ന കർത്താവാണ്. ഇന്ന് ഈ പ്രഭാതവേളയിൽ പാപത്തിന്റെ ചിന്താഭാരങ്ങൾ, കുറ്റബോധങ്ങൾ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ മാറിപ്പോകുകയായിത്തീരും. അതുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക, യേശുവിൽ ആഴമായി വിശ്വസിക്കുക. തെറ്റുകൾ, കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അറിവില്ലായ്മകൾ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം യേശുവുമായി പങ്കുവച്ച് കർത്താവെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുക. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവാണ്, തന്റെ മാറോട് ചേർക്കുന്ന നല്ല ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്നേഹനിധിയായ ദൈവത്തിന്റെ പൊന്നുകരങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. God bless you all. Thank you.